യോഗത്തിന്റെ അധ്യക്ഷൻ ഇബ്രാഹിം മുണ്ടേരി, ഈ ജാഥയുടെ ക്യാപ്റ്റൻ കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, UDFന്റെ കൺവീനർ ശ്രീ MM ഹസൻ, പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുറഹ്മാൻ കല്ലായി, പ്രിയപ്പെട്ട ശ്രീ അബ്ദുൽ കരീം ചേളാരി ജില്ലാ പ്രസിഡന്റ്, പ്രിയങ്കരനായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവ് ശ്രീ അപ്പു, കോർഡിനേറ്റർ ശ്രീ അപ്പു ജോസഫ്, JSSന്റെ ചെയർമാൻ ശ്രീ രാജൻ ബാബു, പ്രിയങ്കരനായ ശ്രീ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്, പ്രിയപ്പെട്ട ശ്രീ CP ജോൺ, ശ്രീ MC സെബാസ്റ്റ്യൻ, MLA മാരായ ശ്രീ സണ്ണി ജോസഫ്, ശ്രീ റോജി M ജോൺ, ശ്രീ അൻവർ സാദത്ത്, പ്രിയപ്പെട്ട ശ്രീ M വിൻസെന്റ്, പ്രിയങ്കരനായ ഇരിക്കൂർ MLA സജീവ് ജോസഫ്, UDF ജില്ലാ ചെയർമാൻ PT മാത്യു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജ്, KPCC ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ, AICC അംഗം ശ്രീ VA നാരായണൻ, ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി, സജി മാറോളി, അൻസാരി തില്ലങ്കേരി, അമൃത രാമകൃഷ്ണൻ, ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മലയോര ജാഥ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ന് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഇതിനു മുമ്പ് പ്രസംഗിച്ച നേതാക്കന്മാർ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഇന്ന് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇന്ന് മലയോര മേഖലകളിലെ പാവപ്പെട്ട ജനങ്ങൾ, കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാനും സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഇടപെടുവിക്കാനുമുള്ള ഒരു ജൈത്രയാത്രയാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. ഇന്ന് മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കാട്ടാന ചവിട്ടിക്കൊന്നു, പുലി കടിച്ചു കൊന്നു, വ്യാപകമായി വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു. ഇത്തരം ഭീതിജനകമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജീവനും സ്വത്തിനും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. രാത്രികാലങ്ങളിൽ പുലി പിടിക്കുമോ, ആന ചവിട്ടിക്കൊല്ലുമോ എന്നുള്ള ഭീതിയിലാണ്. പകൽ കൃഷി സ്ഥലങ്ങളിലേക്ക് പോകാൻ നിവൃത്തിയില്ല. കാരണം കൃഷിയിടങ്ങളിൽ ഇറങ്ങിപ്പോകുന്ന കർഷകരെ പുലി പിടിക്കുന്നു, ആന ചവിട്ടിക്കൊല്ലുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ ഇവിടെ മൗനം പാലിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനും
അവരുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ? ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് വന്യമൃഗങ്ങളുടെ അക്രമം മൂലം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫ് നിയമസഭയിൽ ആറളത്ത് ഏതാണ്ട് 12-ലധികം ആളുകൾ, അതിൽ നിരവധി ആദിവാസികൾ ഉൾപ്പെടെ ആന ചവിട്ടിക്കൊന്ന കാര്യങ്ങൾ വേദനയോടെ ഹൃദയഭേദകമായി അവതരിപ്പിച്ച ഞാൻ ഓർക്കുകയാണ്. ഈ ആറളത്ത് മാത്രം 12ഓളം ആളുകൾ ആന ചവിട്ടിക്കൊന്നത് മൂലം മൃതിയടയുകയുണ്ടായി. അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തത് കൊണ്ട് മാത്രമാകുമോ? UDF ഗവൺമെന്റ് കാലത്ത് ഈ മേഖലകളിൽ നമ്മൾ മതിൽ കെട്ടുമായിരുന്നു, വലിയ മതിലുകൾ കെട്ടി നമ്മൾ സംരക്ഷിക്കുമായിരുന്നു. കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ പണം അനുവദിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ പണം അനുവദിച്ചോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മതിൽ കെട്ടൽ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കർണാടക അതിർത്തിയിൽ നോക്കണം. കർണാടക അതിർത്തികളിൽ, വനാതിർത്തികളിൽ വലിയ കൂറ്റൻ മതിലുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. കർണാടകത്തിൽ വന്യജീവികളുടെ അക്രമം മൂലം ആളുകൾ മരിക്കുന്ന വാർത്തകളില്ല. കാരണം വൻ മതിലുകൾ നിർമ്മിച്ച് ആളുകളെ സംരക്ഷിക്കുന്നു. മൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളം കൊടുക്കുന്നു, മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കുന്നു. എല്ലാ മൃഗങ്ങൾക്കും ഒരേ രീതിയിലുള്ള ഭക്ഷണമല്ല കർണാടകത്തിലും തമിഴ്നാട്ടിലും കൊടുക്കുന്നത്. ആനയ്ക്കുള്ള ഭക്ഷണം പ്രത്യേകം കൊടുക്കുന്നു, പുലിക്കുള്ള ഭക്ഷണം പ്രത്യേകം നൽകുന്നു, കുരങ്ങിന്. അങ്ങനെ ഓരോ മൃഗങ്ങൾക്കും ആവശ്യമായ ഭക്ഷണവും വെള്ളവും കൊടുക്കാനുള്ള സംവിധാനം കർണാടക, തമിഴ്നാട് ഗവൺമെന്റുകൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോടൊപ്പം ഡൽഹിയിലേക്ക് തമിഴ്നാടിന്റെ വനം വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. ഈ വനാതിർത്തികളിൽ താമസിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പ്രത്യേകമായ ഭക്ഷണ സൗകര്യവും അതോടൊപ്പം തന്നെ രാത്രി പകലില്ലാതെ റോന്തു ചുറ്റുകയും ചെയ്യുന്ന ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളുമായി റോന്തു ചുറ്റുന്ന വനപാലകരെ പറ്റി എന്നോട് പറയുകയുണ്ടായി. കാട്ടാന മുതൽ കാട്ടുപോത്ത്, കാട്ടുപന്നി, പുലി, കടുവ തുടങ്ങിയിട്ടുള്ള ഹിംസജീവികൾ ഇന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ ജീവൻ ഒരു വിലയുമില്ലേ? മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൃഷിനാശമുണ്ടാക്കുന്ന കാട്ടുപന്നി, കുരങ്ങ് തുടങ്ങിയവയെ വെർമിൻ എന്ന ഗണത്തിൽപ്പെടുത്തി അവയെ വെടിവെച്ചു കൊല്ലാനുള്ള തീരുമാനം ആ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. വെർമിൻ എന്ന് പറഞ്ഞാൽ കീടങ്ങൾ, ക്ഷുദ്രജീവികൾ. വെർമിൻ എന്ന പേര് പറഞ്ഞ് കൊടുത്തുകൊണ്ട് ഈ മനുഷ്യനെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള പ്രൊവിഷൻ ആ സംസ്ഥാനങ്ങൾ, ഹിമാചൽ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് ചെയ്യാതിരിക്കുന്നത്? കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഉറക്കം നടിക്കുന്നു? കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട ആദിവാസി സ്ത്രീയെ വയനാട്ടിൽ പുലി കടിച്ചു കൊണ്ടുപോയത് അറിഞ്ഞ് ഓടിയെത്തേണ്ട കേരളത്തിന്റെ വനം മന്ത്രി കോഴിക്കോട് ബീച്ചിൽ ഹിന്ദി പാട്ടുപാടി അദ്ദേഹം ഉല്ലസിക്കുന്ന കാഴ്ച എത്ര ദയനീയമാണ് എന്ന് നിങ്ങൾ കാണേണ്ട കാര്യമാണ്. ശശീന്ദ്രന് ഹിന്ദി പാട്ട് അറിയാമെന്ന് എനിക്കറിയില്ല, അറിയുമെങ്കിൽ നല്ല കാര്യമാണ്. അദ്ദേഹം ഹിന്ദി പാട്ട് പാടി കോഴിക്കോട് ബീച്ചിൽ മറ്റുള്ളവരോടൊപ്പം ഉല്ലസിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ഈ മന്ത്രി അവിടെ ഓടിയെത്തണ്ടേ? ഇതെല്ലാം വിട്ടറിഞ്ഞു മന്ത്രി അവിടെ ചെന്നവരെ ആശ്വസിപ്പിക്കും. ചിലപ്പോൾ തടഞ്ഞേക്കാം. ഞങ്ങളൊക്കെ മന്ത്രിമാരായിരുന്നപ്പോൾ ചില സന്ദർഭത്തിൽ
പോകുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളെ തടഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. ഒരു പുലി കടിച്ചു കൊന്ന ആദിവാസി സ്ത്രീയുടെ വീട്ടിൽ പോകാൻ സമയമില്ല മന്ത്രിക്ക്. കോഴിക്കോട് കിടപ്പുറത്ത് ഹിന്ദി പാട്ടുപാടി ആഘോഷപൂർവ്വം ഉല്ലസിക്കുന്ന വനം മന്ത്രി കേരളത്തിന് ഒരു ബാധ്യതയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹം നടപടി സ്വീകരിക്കുന്നില്ല? അക്രമകാരികളായ മൃഗങ്ങളെ ട്രേസ് ചെയ്യാൻ, ട്രാക്ക് ചെയ്യാൻ എന്തുകൊണ്ട് വനം വകുപ്പ് നടപടിയെടുക്കുന്നില്ല? ഇതിനായി ചെയ്യേണ്ടത് വനം വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പോലീസ് എന്നിവ സംയുക്തമായി വേണം ഇത്തരം കാര്യങ്ങളിൽ കർമ്മ പദ്ധതി തയ്യാറാക്കേണ്ടത്. ഇവിടെ ഫോറസ്റ്റ് വാച്ചർമാർ ഒരു ഭാഗത്തൂടെ പോകുന്നു, ഒരു ഭാഗത്തൂടെ പോലീസ് പോകുന്നു, മറുഭാഗത്തൂടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പോകുന്നു, പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്നു. ഇതാണോ വേണ്ടത്? ഈ മൂന്ന് വകുപ്പുകളും ചേർന്ന് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് അവിടെ കർമ്മ പദ്ധതികൾ തയ്യാറാക്കണം. ഞാൻ ഈ അടുത്ത സമയത്ത് വയനാട്ടിൽ പോയി. വയനാട്ടിൽ ചെന്നപ്പോൾ കണ്ട വളരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. മയിലുകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നു. മയിലുകൾ കൂട്ടത്തോടെ ഇറങ്ങി അവിടെയുള്ള പാടശേഖരങ്ങളിൽ വിളഞ്ഞ നെല്ല്, ഏറ്റവും നല്ല നെല്ലാണ്, ജീരകശ, ഏറ്റവും നല്ല മുന്തിയ ഇനം നെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളാണ്. ഗന്ധകശാല, ജീരകശാല തുടങ്ങിയിട്ടുള്ള അപൂർവങ്ങളായ നെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പാടശേഖരങ്ങളിൽ ഇറങ്ങി ഈ മയിൽ എന്താ ചെയ്യുന്നത് അറിയാമോ? ആ കതിര് മാത്രം കൊണ്ടുപോകും. 10-9 മയിലുകൾ ഒരുമിച്ച് വന്ന് വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളിൽ കയറി ആ കതിര് മാത്രം കൊണ്ടുപോകുന്നു. കച്ചിയെ തൊടത്തില്ല. ഞാൻ അന്നേരം അവിടുത്തെ കർഷകരോട് ഇതാണോ സ്ഥിതിയല്ല? അവര് പറഞ്ഞു, സാറേ, രാത്രിയിലും പകലും കൂട്ടത്തോടെ മയിലുകൾ വന്ന് കതിര് മാത്രം കൊണ്ടുപോവുകയാണ്, ഞങ്ങൾക്ക് കച്ചി മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. കുരങ്ങ്, കാട്ടുകുരങ്ങ്, നമ്മൾ കൃഷി ചെയ്യുന്ന മരച്ചീനി ഉൾപ്പെടെയുള്ളത് കാട്ടുകുരങ്ങ് കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഓരോ തരത്തിലാണ് കൃഷി. വാഴകൃഷി മുഴുവൻ ആന നശിപ്പിക്കുന്നു. പുലി വന്ന ആളുകളെ കടിക്കുന്നു. പുലിക്ക് ഭക്ഷണമില്ലാത്തതുകൊണ്ട് ഇറങ്ങുന്നതാണ്. എന്റെ ചോദ്യം, ഈ വന്യമൃഗങ്ങളെ, കൃഷിക്കാരെ രക്ഷിക്കാനുള്ള ഒരു പദ്ധതി എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് തയ്യാറാക്കുന്നില്ല? തമിഴ്നാട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന, കർണാടക ഗവൺമെന്റ് സ്വീകരിക്കുന്ന, മധ്യപ്രദേശിലും ഹിമാചൽ പ്രദേശിലെയും ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന മാതൃകകൾ പഠിച്ച് പ്രാദേശിക അടിസ്ഥാനത്തിൽ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്തുകളും ചേർന്ന് കർമ്മ പദ്ധതികൾ തയ്യാറാക്കി ജനങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണ്ടേ? എന്തുകൊണ്ട് ഇവരിത് ചെയ്യുന്നില്ല? മാത്രമല്ല, വന്യജീവികളെ ട്രാക്ക് ചെയ്യാനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ട് വന്യമൃഗ അക്രമം കൊണ്ട് ജീവൻ കയ്യിൽ പിടിച്ച് ജീവിക്കുന്ന ഒരു ജനതയായി മലയോര ജനത മാറുകയാണ്. ഇന്ന് ഇതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നത്, ഇതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം. എങ്ങനെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയും? അതിനെപ്പറ്റി കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇവിടെ സീറോ ബഫർ സോൺ ആയിരുന്നു നമ്മുടെ ആവശ്യം. കേരള ഗവൺമെന്റ് ആണ്, പിണറായി ഗവൺമെന്റ് ആണ് 0 to 1 എന്ന നിലയിൽ ബഫർ സോൺ തീരുമാനിച്ചത്. അതിന്റെ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുകയാണ്. തമിഴ്നാട് ഗവൺമെന്റ് വനം എവിടെ വരെയുണ്ടോ അവിടെ വരെയാണ് ബഫർ സോൺ. കർണാടക ഗവൺമെന്റ് വനം എവിടെ വരെയാണോ അവിടെയാണ് ബഫർ സോൺ. കേരള ഗവൺമെന്റിനോട് ആര് പറഞ്ഞു 0 to 1 എന്ന നിലയിൽ ബഫർ സോൺ തീരുമാനിക്കാൻ ആര് പറഞ്ഞു? ഞങ്ങൾ അസംബ്ലിയിൽ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് അത് തിരുത്തി കേന്ദ്ര ഗവൺമെന്റ് അയച്ചിരിക്കുന്നത്. കേന്ദ്രം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അതുകൊണ്ട് ആ മേഖലയിലുള്ളവർക്ക് പട്ടയം കൊടുക്കാൻ കഴിയുന്നില്ല.
അവരുടെ ജീവിത പ്രശ്നങ്ങൾ രൂക്ഷമായി മാറുന്നു. മലയോര മേഖലയിലെ കർഷകൻ കൃഷി ചെയ്യാനുള്ള അവസരമില്ല, അവന് ജീവിക്കാനുള്ള അവസരമില്ല. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ കുടിയേറിയവരാണ് ഇതിൽ ഭൂരിപക്ഷം. അന്ന് പ്രകൃതിയോട് മല്ലടിച്ച് കാട്ടുമൃഗങ്ങളെ നേരിട്ട് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ മലയോര മേഖലകളിൽ ജീവിതം കണ്ടെത്തിയ പാവപ്പെട്ട കൃഷിക്കാരെ, മലയോര കർഷകരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ലേ? ഈ മണ്ണിൽ കനകം വിളയിക്കുന്ന മലയോര കർഷകന്റെ ജീവിതം ആനയും പുലിയും കടുവയും കൊണ്ടുപോകുന്ന അവസ്ഥ കേരളത്തിൽ ഭീതിജനകമായി തുടരുകയാണ്. ആ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകണം. കേരളത്തിന്റെ തനതായ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന, കേരളത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ പാവപ്പെട്ട കർഷകന്റെ ജീവിതത്തെ ഉയരുന്ന ഈ വെല്ലുവിളിയെ നേരിടാൻ എന്തുകൊണ്ട് ഗവൺമെന്റുകൾ ശ്രമിക്കുന്നില്ല? കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല? 1971 വന നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ വന നിയമത്തിൽ മാറ്റം വരുത്തണം. വാസ്തവത്തിൽ കേരളത്തിൽ ഇന്ന് വനഭൂമി വളരെയേറെയാണ്, കൂടുതലാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വനഭൂമി കൂടുതൽ തന്നെയാണ്. ഇനിയും കൂടുതൽ വനങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ നമ്മൾ വനസംരക്ഷണം നമ്മളെല്ലാവരും റിലീജിയസ് ആയി ഏറ്റെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ വനസംരക്ഷണത്തിന് പ്രത്യേകത നൽകിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ജാഥ കേന്ദ്രത്തിന്റെ കണ്ണു തുറപ്പിക്കാനാണ്, കേരളത്തിന്റെ കണ്ണു തുറപ്പിക്കാനാണ്. പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഹിംസ്ര ജീവികളിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈയിടെ ആന പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ആന ഇത്ര അകലത്തിൽ നിൽക്കാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള നിരവധി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. സുപ്രീം കോടതി എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ വേണ്ടി വന്നാൽ നിയമപരമായ പരിരക്ഷ കൂടി ഈ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കേണ്ടി വരും. മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരു ഗവൺമെന്റിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനുവേണ്ടിയുള്ള ജനകീയ മുന്നേറ്റമാണ് ഈ മലയോര മേഖലയിലൂടെ നടത്തുന്ന ഈ ജാഥ. ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട് ഈ ജാഥയുടെ ഉദ്ഘാടന കർമ്മം ഇന്നത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്.